ഈ ഒരു വണ്ടിക്ക് 13,99,000 രൂപയല്ല. നമസ്കാരം. MG മോട്ടോഴ്സ് ഇന്ത്യയിലേക്ക് വന്നത് MG ഹെക്ടറും കൊണ്ടാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പലവിധமான വേരിയൻറ്റുകളും പലവിധமான മോഡലുകളും ഇറക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ബ്ലാക്ക് സ്റ്റോം എഡീഷനാണ്. MG ഗ്ലോസ്റ്ററിന് ശേഷം MG മോട്ടോഴ്സ് ഹെക്ടറിന് കൂടി ബ്ലാക്ക് സ്റ്റോം എഡീഷൻ കൊടുത്തേക്കാണ്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് സ്റ്റോം എഡീഷൻ നമ്മുടെ കൂടെ ഉണ്ട്. CVT ആണത്. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MG ഹെക്ടറിൻ്റെ ആ ഒരു വില പ്രൈസ് തുടങ്ങുന്നത് ആ ഒരു റേഞ്ചിൻ്റെ മൊത്തമല്ല പറയണത്. 13,99,000 രൂപയ്ക്കാണ്. അത് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള മാനുവൽ മോഡലാണ്. എനിക്ക് തോന്നുന്നു ഇവർ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ 1-2 മാസങ്ങൾക്ക് മുന്നേ സ്മാർട്ട് പ്രോ, ഷൈൻ പ്രോ എന്ന് പറഞ്ഞ മോഡൽ കൂടി ഇറക്കേണ്ടതുണ്ട്. സൺറൂഫും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. ബ്ലാക്ക് സ്റ്റോമിന് ശരിക്കും പറഞ്ഞാൽ കുറച്ചധികം പ്രത്യേകതകളുണ്ട്. 21,24,000 രൂപ തുടങ്ങുന്ന ഈ ഒരു വണ്ടിക്ക് 5 സീറ്റർ 7 സീറ്റർ ആ ഒരു ഹെക്ടറിൻ്റെ കാര്യം അറിയാമല്ലോ, ഹെക്ടർ പ്ലസും. അപ്പോൾ ഇത് 5 സീറ്ററാണ്. ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ പറയുന്നത്, ഈ ഒരു വണ്ടിക്ക് നമ്മുടെ കയ്യിലുള്ള വണ്ടിക്ക് ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. പെട്രോൾ എഞ്ചിൻ്റെ കൂടെ CVT. ഈ കാറിനൊരു കോട്ടസി ഉണ്ട്. ഇത് പുതിയ ഫോർച്യൂൺ മലയാളത്തിൽ നിന്ന് എടുത്തിട്ടുള്ള MG ഹെക്ടർ ബ്ലാക്ക് സ്റ്റോമാണ്. നമ്മുടെ പഴയ മലയാളം ഫോർഡുണ്ടായില്ലേ, അവരിപ്പോൾ ഫോർച്യൂൺ മലയാളം എന്ന് പറഞ്ഞിട്ട് MGയുടെ ഡീലർഷിപ്പ് കൂടി തുടങ്ങിയിട്ടുണ്ട്. 143 bhp 250 Nm അതാണ് എൻ്റെ പവർ ടോർക്ക് ഫിഗറുകൾ. ഈ ഒരു പവർ ടോർക്ക് ഫിഗറുകൾ പറയുമ്പോൾ ഈ ഒരു എഞ്ചിൻ കൂടി കാണിക്കണം. ഇത് ടർബോ ചാർജർ 1450 cc ആ ഒരു പെട്രോൾ എഞ്ചിനാണ്. ഇനി ബ്ലാക്ക് സ്റ്റോം എഡീഷൻ്റെ കാര്യങ്ങൾ ഗ്ലോസ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വണ്ടിക്കും ആ ഒരു ഡാർക്ക് ക്രോം പോലുള്ള ആ ഒരു ഇൻസേർട്ടുകൾ വലിയ ഗ്രില്ലിൻ്റെ ഉള്ളിലും കൂടാതെ ഇരുവശത്തുമുള്ള ആ ലൈനിങ്ങും ആ ഒരു DRൻ്റെ താഴെ കൊടുത്ത വലിയ ആ ഒരു പ്ലേറ്റും ക്രോമാണ്, ഡാർക്ക് ക്രോമാണ്. താഴെ കാണുന്ന ലൈറ്റുകളുടെ ആ ഒരു സങ്കരമൊക്കെ ശരിക്കും MG ഹെക്ടറുള്ളത് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും തന്നെ ഇല്ല. ഇനി താഴെ കാണുന്ന ആ ഒരു ചെറിയ ആ ഒരു പീസിലും ആ ഒരു ബ്ലാക്ക് ക്രോം കൊടുത്തിട്ടുണ്ട് ആ എഡാമിൻ്റെ ചുറ്റുമുള്ളത്. കണ്ടോ? പുതിയ ഒരു കാര്യമായിട്ട് പറയാനുള്ളത് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് പോലുള്ള കാര്യങ്ങളുണ്ട്. ആ ഒരു 360 ക്യാമറയുണ്ട് എന്നുള്ളതാണ്. MG ഹെക്ടറിൻ്റെ ഫേസ് ലിഫ്റ്റിൽ നമ്മൾ ആ ഒരു അഡാസിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബ്ലാക്ക് സ്റ്റോം എഡീഷനിൽ അഡാസിൻ്റെ കാര്യങ്ങളൊന്നും പറയില്ല. പകരം കുറച്ചധികം ചുവന്ന എലമെൻറ്റുകൾ ഈ വണ്ടിക്കകത്തുണ്ട്. ഇപ്പോൾ കുറച്ച് എലമെൻറ്റുകൾ ഇതിനകത്തില്ല, അത് ആക്സറീസ് ആണ്. പക്ഷേ റെഡ് കാലിപ്പർ പോലുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെയും ഈ ഒരു പുതിയ ബ്ലാക്ക് സ്റ്റോമിൽ കാണാം. 215, 55, 6 ഈ ഒരു വണ്ടിക്ക് മുന്നിലും ഡിസ്പ്ലേകൾ തന്നെയാണ്. ഇനി മുകളിൽ കാണുന്ന ആ ഒരു ഡാർക്ക് റൂഫേൽ അത് ബ്ലാക്ക് സ്റ്റോമിൻ്റെ ആ ഒരു കാര്യമായിട്ട് കാണാം. കൂടാതെ ചെറിയ ബ്ലാക്ക് അഡീഷൻസ് ആണ് അല്ലെങ്കിൽ ബ്ലാക്ക് ഇൻസേർട്ടുകളാണ് ഈ വണ്ടിയെ ഒരു ബ്ലാക്ക് സ്റ്റോം എഡീഷനാക്കി മാറ്റുന്നത്. വശങ്ങളിൽ ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ്ങിൻ്റെ മുകളിലായിട്ട് കൊടുത്തുള്ള മോറിസ് ഗാരേജ് നേരിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് ക്രോം തന്നെയാണ്, ഡാർക്ക് ക്രോമാണ് സാധാ വണ്ടിക്ക് വിരുദ്ധമായിട്ട് ഈ ഒരു ബ്ലാക്ക് സ്റ്റോം എഡീഷനിൽ എന്നുള്ളതാണ്. പിന്നിലും ആ ഒരു കാലിപ്പർ റെഡാണ്. ചില വണ്ടികൾ ബ്ലാക്ക് എഡീഷൻ ഉണ്ടാകുമ്പോൾ മുന്നിൽ മാത്രം കാലിപ്പർ കൊടുക്കും, പിന്നിൽ റെഡ് ആവാറില്ല. ഇതിൻ്റെ പിന്നിലും ആ റെഡ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു വിൻഡോ ബോർഡർ ലൈൻ, അത് ഡാർക്ക് ക്രോം എന്നല്ല, സാധാ ക്രോം തന്നെയാണ്. പിന്നിലും ആ ഡാർക്ക് ക്രോം എലമെൻറ്റുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ലൈറ്റിൻ്റെ താഴെ ആ ഒരു വലിയ ഡാർക്ക് ക്രോം ബാർ കാണാം. ലോഗോയും ഡാർക്ക് ക്രോമിൽ തന്നെയാണ്, നന്നായിട്ടുണ്ട് സർപ്രൈസിംഗ്ലി. ഇനി താഴെ ആ ഒരു ബമ്പറിലുള്ള സ്കിഡ് പ്ലേറ്റ് പോലുള്ള ഭാഗത്തിന് ചുറ്റും കൊടുത്ത ആ ഒരു പീസും ഡാർക്ക് ക്രോം തന്നെയാണ്. ഡിസൈനിൻ്റെ കാര്യങ്ങൾ കൂടുതൽ പറയാനില്ല, കാരണം നമ്മൾ MG ഹെക്ടറൊന്നും ഇന്നലെ കാണുന്നല്ല. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ്. എന്നാലും ഈ പുതിയ മാറ്റങ്ങൾ മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഈ ഒരു ബൂട്ട്, ഇത് 5 സീറ്ററാണ്. ഇതിന് വലിയൊരു ബൂട്ടുണ്ട്. പവർ ടെയിൽ ഗേറ്റാണ്, അത് മാറ്റമൊന്നുമില്ല. ഈ ഒരു വലിയ ബൂട്ടിൻ്റെ ആ ഒരു കാര്യങ്ങൾ കാണാം. ജസ്റ്റ് ആ ഒരു ഡാർക്ക് ഇൻറ്റീരിയർ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം തുറന്നാണ് ഡാർക്ക് ഇൻറ്റീരിയറാണ് ഈ ഒരു വണ്ടിക്ക് എന്നുള്ളതാണ്. മുകളിൽ പക്ഷേ ഡാർക്കല്ല, അതായത് ഹെഡ്ലൈനും ഡാർക്കല്ല, അത് ആ ഒരു ബീച്ച് കളർ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം എയറി ഫീൽ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുമെന്ന് കരുതാം. പക്ഷേ സീറ്റുകളുടെ ആ ഒരു അപ്പോൾസ്റ്ററി എല്ലാം തന്നെ ആ ഒരു ബ്ലാക്ക് കളറാണെങ്കിൽ ഡാർക്ക് കളറാണ് എന്നുള്ളതാണ്. MG ഹെക്ടറിൻ്റെ ഈ ഒരു ബ്ലാക്ക് സ്റ്റോം എഡീഷനിൽ ഈ ഡോർ ഹാൻഡിലിൻ്റെ മുകളിൽ കൊടുത്ത പീസൊക്കെ ഭംഗി തോന്നിച്ചു. ഈ ഒരു ഡാർക്ക് ക്രോമിൽ ഈ ഒരു ബട്ടണും അതെ, അത് അത്ര വൃത്തികേടൊന്നുമില്ല, നല്ല നീറ്റായിട്ടുണ്ട്. ഡോർ പാഡുകളിൽ മാറ്റമൊന്നും പറയാനില്ല. പക്ഷേ ഈ ഒരു സെൻറ്റർ കൺസോളിൽ മാറ്റം കണ്ട് അങ്ങോട്ട് വരാം. സീറ്റ് അപ്പോൾസ്റ്ററിയൊക്കെ ഏകദേശമൊക്കെ നമുക്ക് സെയിം ആയി തോന്നും. പഴയ ഒരു ഹെക്ടറായിട്ട് പവേഡ് സീറ്റുള്ള ഒരു മോഡലാണ്. ഇവിടെ സിൽ പ്ലേറ്റുകളുണ്ട്. ഈ ഒരു ബട്ടൺസൊക്കെ തന്നെയും സാധാരണ നമ്മൾ ഹെക്ടർ കണ്ട ബട്ടൺസാണ്. പക്ഷേ സ്റ്റിയറിങ്ങിന് മാറ്റങ്ങളൊന്നും തന്നെയില്ല. സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ ഇവിടെ ആ ഒരു ഗ്രേ ഫിനിഷ് മാറ്റിയിട്ട് ആ ഒരു ഡാർക്ക് ക്രോം ആക്കിയിട്ടില്ല. വേണമെങ്കിൽ ആക്കാമായിരുന്നു, കാരണം അകത്തേക്ക് ഡാർക്ക് ക്രോമിൻ്റെ കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഡാർക്കാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ലൈനുകളും ഇവിടെ കൊടുത്ത ഈ ഒരു ഗ്രേ ഫിനിഷും മുകളിലെ ആ ഒരു ലെതർ റാപ്പ് ചെയ്തിട്ടുള്ള ഡാഷ്ബോർഡിൻ്റെ ആ ഒരു ഡിസൈനും എല്ലാം തന്നെ ഈ ഒരു കറുത്ത കളറിനോട് ചേരുന്ന ഒരു കാര്യമായിട്ട് കാണാം. എനിക്ക് കറുത്ത കളറുള്ള വണ്ടികൾ ഇഷ്ടമാണ്. പ്രത്യേകിച്ചും ഒരു ഇത്തിരി വലിയ SUV പോലുള്ള കാര്യങ്ങളിൽ കറുത്ത കളറിന് ഭംഗി കൂടുതലാണ്.
ഒരു വലിയ ആനക്കുട്ടി ഇങ്ങനെ ഒഴുകി വരുന്ന പോലെ തോന്നുന്നൊരു ഫീലുണ്ട്. ആനക്കുട്ടിയും ഒഴുക്കും തമ്മിൽ ചേരില്ല, എന്നാലും വെറുതെ ആ ഒരു പറയാവുന്നൊരു കാര്യമാണ്. ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. Today's weather is cloudy, 35.6 degrees in Trikakara North. തൃക്കാക്കര നോർത്തിൽ ക്ലൗഡി എന്ന് പറയുന്നുണ്ട്. പക്ഷേ നട്ടുച്ചയായതുകൊണ്ട് വെയിലും ചൂടും കാരണം ഇരിക്കാൻ വയ്യ. ഈ വലിയ 15 ഇഞ്ച് സ്ക്രീനിന് താഴെ AC കൺട്രോൾസ് ആ ഒരു താഴെയായിട്ട് ഫിക്സ്ഡ് പോലെയാണ്. സ്റ്റിൽ ആ ഒരു സ്ക്രീനിനകത്താണെന്നുള്ളത് ചിലർക്കെങ്കിലും അസൗകര്യം ഉണ്ടാക്കിയേക്കും. വ്യത്യാസമൊന്നുമില്ല, മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ ഈ ഒരു പ്ലസ് മൈനസ് ബട്ടണും പവേർഡ് ബട്ടണും റെഡ് ലൈനിങ് കൊടുത്ത് ആ ഒരു ബ്ലാക്ക് സ്റ്റോമിൻ്റെ കാര്യമായിട്ട് കാണാം. ഈ കാര്യങ്ങളൊക്കെ തന്നെ, ഈ ഒരു ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പണ്ടും അല്ലെങ്കിൽ പുതിയ ഫേസ് ലിഫ്റ്റിലും എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ് MG ഹെക്ടറിൻ്റെ കാര്യത്തിൽ. ഇനി ഇവിടെ ആ ഒരു കാറിൻ്റെ സിമ്പലിലാണ് ശരിക്കും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. സൺറൂഫുള്ള മോഡലാണിത്. സൺറൂഫ് ഉണ്ട്, ആംബിയൻ ലൈറ്റ് ഉണ്ട്, ആ ഒരു ടെയിൽ ഗേറ്റ് പവേർഡാണ്, സൈഡ് മിറർ, വൈപ്പർ, വയർലെസ് ഫോൺ ചാർജിങ് ഉണ്ട്, TPMS ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഈ വണ്ടിക്കകത്തുണ്ട്. അഡാസിൻ്റെ കാര്യങ്ങൾ ടോപ്പ് എൻഡിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കാര്യങ്ങൾ വയർലെസ് ആയിട്ട് കാണാം. ഇവിടെ ആ ഒരു മ്യൂസിക്കിൻ്റെ കാര്യങ്ങളും സെലക്ട് ചെയ്യാൻ പറ്റും. ഈ AC എന്ന് പറയുന്നത് തീർത്തും നമുക്ക് എടുക്കണമെങ്കിൽ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വലിയ മെനു വരും. ഇവിടെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷേ ഇതൊക്കെ തന്നെ മാത്രമേ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തോന്നണ്ട. ചില സമയത്ത് ഒരു ലാഗിയാണെങ്കിലും സ്ക്രീൻ വലിയ കുഴപ്പമില്ലാത്ത സ്ക്രീനാണ്. ഹെക്ടറിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടാണ്, വീണ്ടും പറയേണ്ട കാര്യമില്ല. അപ്പോൾ അഡാസിൻ്റെ ആ ഒരു കുറവ് ബ്ലാക്ക് സ്റ്റോം എഡിഷൻ ഉണ്ട്. പിന്നെ ഈ ഒരു ഇൻസേർട്ടുകളൊക്കെ എനിക്ക് നന്നായി തോന്നി, ബ്ലാക്ക് ഇൻസേർട്ട് നന്നായി തോന്നി. ഇവിടെ ഗ്ലോ ബോക്സിൻ്റെ ആ ഒരു മുകളിൽ കൊടുത്തുള്ള ഈ ഒരു ബോർഡർ ലൈനൊക്കെ നല്ലതാണ്. ഇനി ഇവിടെ കൊടുത്ത ഈ ഒരു ഗ്രേ ഫിനിഷ് അതും അത്യാവശ്യം നല്ല ഭംഗി തോന്നിച്ചു. AC വെൻറ്റിൻ്റെ ആ ഒരു ഫ്ലോയെ ഈ സ്ക്രീൻ തടസ്സപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അത് വലിയ കാര്യമായിട്ട് പറയേണ്ട കാര്യമില്ല, നമ്മൾ ഫേസ് ലിഫ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി ഇവിടെ ആ ഒരു വയർലെസ് ചാർജിങ് പോർട്ട് ഉണ്ട്. ഇവിടെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റങ്ങളെന്ന് പറയുന്നത് ഈ ബട്ടണുകളെ ഒരു കട്ടിങ് പോലെ കൊടുത്ത ഒരു കാര്യമായിട്ട് മാറ്റി. ഡമ്മിയാണെന്ന് തോന്നുമെങ്കിലും ഡമ്മിയല്ല, അതൊരൊറ്റ പീസ് തന്നെയാണ്. ഇവിടെ പക്ഷേ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ആ ഡ്രൈവ് സ്പോട്ട് മോഡുകളുണ്ട്. ഇനി ഇത് ആ ഒരു ടോഗിൾ ബട്ടൺസ് ആണ്. ടോഗിൾ ബട്ടൺസിലും ACDയും അല്ലെങ്കിൽ ആ ഒരു വെന്റിലേറ്ററിൻ്റെ സീറ്റിൻ്റെ സ്വിച്ച് കാണാം. ഈ സീറ്റിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത് എവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്, അതിപ്പോൾ ഇവിടേക്ക് വന്നു എന്നുള്ളത് കാര്യമായിട്ട് കാണാം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഈ ഒരു ട്രാക്ഷൻ കണ്ടുകൊണ്ടേ ഈ ഒരു ബട്ടൺ ഇവിടെ വന്ന കാര്യം. ഇതും ഈസി ടാക്സ് ആണ്. ഇപ്പോൾ മുന്നേ അത് കണ്ടുപിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത് ഇവിടെ എങ്ങാണ്ടായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ പാർക്ക് ബ്രേക്ക് ഉണ്ട്, ഇലക്ട്രിക് ആണ്. ഇവിടെ ഒരു ഓട്ടോ ഹോൾഡും ഈ ഒരു ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ബട്ടണും കാണാം. ഈ ഒരു ബട്ടൺ മാത്രം ഒരു ചെറിയ ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. പുൾ ടു എൻഗേജ്, പുഷ് ടു ഡിസെൻഗേജ്. ഇനി വലിയ ഒരു ആംറസ്റ്റ് ഉണ്ട്. ഈ ആംറസ്റ്റിനകത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഈ ഒരു ഗ്രേ ഫിനിഷ് ഉണ്ടല്ലോ, അത് ഡാർക്ക് ക്രോം ആയിരുന്നെങ്കിൽ സംഭവം തീർത്തും പൊളിച്ചേനെ. പക്ഷെ അതല്ല. ഇനി ഇവിടെ ആ ഒരു ചാർജിങ് സോക്കറ്റുകൾ കാണാം, 2 അത് ഈ വണ്ടിക്കുണ്ട്. അത് പുതുമയായിട്ട് പറയേണ്ട കാര്യമില്ല. C പോർട്ട് എപ്പോഴും വന്നിട്ടില്ല. പിന്നെ വന്ന മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൻ്റെ ഡിസൈനിൽ വന്ന ചേഞ്ചാണ്. ഈ ഒരു ബോർഡറും ഇപ്പോൾ ഒരിത്തിരി ഡാർക്ക് ഗ്രേ ആണ് എന്നുള്ളതാണ്. മിറർ ഓട്ടോ ഡിമ്മിങ് തന്നെയാണ്. കൂടാതെ ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട്. ഈ സൺറൂഫ് കൺട്രോൾസൊക്കെ ബ്ലാക്കിലല്ല, ഇതൊക്കെ തന്നെ ഒരു ബീജ് കളറിലാണ്. വലിയ പനോരമിക് സൺറൂഫുള്ള മോഡലാണ് ഹെക്ടർ. ഒരു ചെറിയ കൗതുകമാണ് പറയുന്നത്, നമ്മളുടെ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ട് ഹെക്ടറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു അതിലെ ആ ഒരു ക്യാച്ച് അല്ലെങ്കിൽ യുണീക്ക് സെല്ലിംഗ് പോയിൻ്റായിട്ട് വന്നൊരു കാര്യം എന്ന് പറയുന്നത് ഹലോ MG ഓപ്പൺ സൺറൂഫായിരുന്നു. ഇപ്പോൾ ഇന്നും ആ ഒരു സംഗതി ചെയ്യുമ്പോൾ ഒത്തിരി ഫാൻസി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് പോലുള്ള ആ ഒരു കമാൻഡുകൾ, വോയിസ് കമാൻഡൊക്കെ ഉള്ളൊരു വണ്ടിയാണല്ലോ MGയുടെ ഹെക്ടർ എന്ന് പറയുന്നത്. ഹെക്ടറിൻ്റെ ആ ഒരു പുതിയ ഫേസ് ലിഫ്റ്റിൽ ആ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ ഒരു സൺറൂഫ് ഖോലോ എന്നൊക്കെ പറയാം. ഹലോ MG, Yes, സൺറൂഫ് ഖോലോ. sunroof is open. ക്ലോസ് സൺറൂഫ്. I'm listening. സൺറൂഫ് ബന്ദ് കരോ. എനിക്ക് ഹിന്ദി പഠിക്കാൻ ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള വണ്ടികളാണ് സഹായിക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഡ്രൈവുകളൊക്കെ പോകുമ്പോഴേ ഹിന്ദി ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഈ ഒരു ക്ലസ്റ്ററും ഈ ഒരു സ്ക്രീനും MG ഹെക്ടർ വന്നപ്പോൾ വിപ്ലവമായിരുന്നു. ഇപ്പോൾ ഒരുവിധം എല്ലാ വണ്ടിക്കും ഈ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി കൺട്രോൾസ് കാണാം. ഇവിടെ ആ ഒരു SRC കാര്യങ്ങൾ തന്നെയുണ്ട്. ഇത് ക്രൂസ് കൺട്രോളാണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ ഒരു മീറ്ററിൻ്റെ ആ ഒരു കാര്യങ്ങൾ മാറ്റാം. എപ്പോഴും ആ ഒരു ഡിസ്റ്റൻസ് ലിമിറ്റ് ഒരു പരിധി കഴിഞ്ഞാൽ കട്ടാവും. പിന്നെ നമുക്കൊരു അൺസർട്ടനിറ്റി തോന്നും, ഇതിന് ഓടിക്കുമ്പോൾ എത്ര ഫ്യൂൽ ബാക്കിയുണ്ടെന്നുള്ള പ്രത്യേകം CVTക്ക്. പക്ഷേ ഈ ഒരു ഡിസ്റ്റൻസ് ടെംപ്റ്റിയുടെ കാര്യം പറയുമ്പോൾ റിയൽ ലൈഫ് മൈലേജ് കൂടി കാണിച്ചിട്ട് നന്നായിരുന്നു തോന്നുന്നുണ്ട്. ഈ റിയൽ ലൈഫ് മൈലേജ് കാണണമെങ്കിൽ അതിൻ്റെ ആപ്പ് എടുത്ത് നോക്കണം എന്നുള്ളത് ഒരു കുറവായി തന്നെ നിൽക്കുകയാണ്. ഇവിടെ ഈ ഒരു ഈക്കോ ബട്ടൻ്റെ ഇൻ്റഗ്രേഷനും നന്നായി തോന്നി. ബാക്ക് സീറ്റിൽ കാര്യമായിട്ട് മാറ്റണമെന്ന് തന്നെ ഇല്ല. ഇവിടെ ആ ഒരു ഗ്രേ ഫിനിഷ് വന്നിട്ടുണ്ട്. AC വെൻറ്റുകൾ, താഴെ സ്റ്റോറേജ് സ്പേസ് കാണാം. ഈ സീറ്റിൻ്റെ ആ ഒരു റിക്ലൈൻ ആംഗിൾ നല്ലതാണ്. അത് ഇരിക്കാനായിട്ട് തീർത്തും സുഖകരമായിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് മാറ്റും. 3 ആ ഒരു ഹെഡ് റെസ്റ്റുകളുണ്ട്. ആംറെസ്റ്റിൽ നമുക്ക് ആ ഒരു കപ്പ് ഹോൾഡറൊക്കെ തന്നെ കാണാം. ഇവിടെ ചൈൽഡ് സീറ്റ് ടെതറുകളുണ്ട്. ഈ ടെതറുകളും ആ ഒരു ബ്ലാക്ക് തന്നെയാണ്. കൂടാതെ 3 ആ ഒരു സീറ്റിനും സീറ്റ് ബെൽറ്റ് ഇല്ല. 2 സീറ്റിനും സീറ്റ് ബെൽറ്റ് പ്രോപ്പറും 3ാമത്തെ ആ ഒരു ലാബ് ബെൽറ്റ് തന്നെയാണ്. ഗ്രേ ഫിനിഷ് ആവോളം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഗ്രേ ഫിനിഷ് ഉണ്ട്. കൂടാതെ ഈ ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റത്തിൻ്റെ ഈ ഒരു സ്പീക്കറിലും ആ ഒരു ഗ്രേ ഫിനിഷ് ഉണ്ട്. ഈ ഒരു ഡിസൈൻ തന്നെയാണ് ആ ഒരു സെൻട്രൽ കൺസോളിൽ. നോക്കിയേ, ഈ കട്ടിങ് നമുക്ക് ആ ഡോർ പാഡിലും കാണാൻ പറ്റി.
അപ്പോൾ 21,24,000 രൂപ എക്സ്-ഷോറൂം പ്രൈസിൽ MGയുടെ ബ്ലാക്ക് സ്റ്റോം എഡിഷൻ കിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടില്ല, എക്സ്-ഷോറൂം പ്രൈസാണെന്ന് പറയാം, ടാക്സ് ഇൻഷുറൻസ് ഒക്കെ കൊടുത്ത് കൊണ്ടുപോയി എടുക്കുമ്പോൾ കുറച്ചും കൂടി ആ ഒരു പൈസയാവും. അപ്പോഴും CVT വേണോ അല്ലെങ്കിൽ മാനുവൽ വേണമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം, നിങ്ങൾ എടുക്കേണ്ടത് MG ഹെക്ടർ ആണെങ്കിൽ അത് ഉറപ്പായിട്ടും മാനുവലായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, 1.5 ലിറ്റർ ഈ ടർബോ എന്ന് പറയുന്നത് ഓടിക്കാൻ രസമുണ്ട്, ഫണ്ണാണെന്നൊക്കെ പറയാം, CVT കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി എന്നുള്ളത് തീർത്തും ഭീകരമായിട്ട് കുറവാണെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ 6 to 7 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് സിറ്റി ഡ്രൈവിനൊക്കെ കിട്ടുന്നൊരു വണ്ടിയാണിത്. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട്. MG ഹെക്ടറിൽ ബ്ലാക്ക് സ്റ്റോമിൽ നമുക്ക് പറയത്തക്ക വണ്ണം മാറ്റണം തന്നെയില്ല. എന്ന് വെച്ചാൽ ഓടിക്കാനായിട്ട് സെയിം എഞ്ചിനാണ്, 1.5 പെട്രോളും 2 ലിറ്റർ ഡീസലും. അപ്പോൾ ഞാൻ എന്നും പറഞ്ഞൊരു കാര്യം വീണ്ടും പറയാണ്, 2 ലിറ്റർ ഡീസലാണ് MG ഹെക്ടറിൻ്റെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്നുള്ളതാണ്. CVT ഓക്കെ, സിറ്റി യൂസ് ആണ്, വലിയ ഓട്ടങ്ങളൊന്നും ഇല്ല, എണ്ണ അടിക്കുന്ന ഒരു പ്രശ്നവും അല്ലെങ്കിൽ CVT നല്ലതാണ്. കാരണം സോഫ്റ്റ് സസ്പെൻഷനാണ്, അണ്ടർ 100 കിലോമീറ്റർ 100 കിലോമീറ്റർ അതിനകത്ത് യാത്ര ചെയ്യുമ്പോൾ തീർത്തും ഫ്ലോട്ടിംഗ് ആണ്, നല്ല വൃത്തിയുള്ള സസ്പെൻഷൻ. എന്ന് വെച്ചാൽ മുന്നിലെ ആ ഒരു മക്ഫേഷൻ ട്രട്ടും ബാക്കിലെ ആ ഒരു ടോർഷൻ ബീമൊക്കെ ശരിക്കും കുഷിനി ആയിട്ടുള്ള നമ്മളൊരു യാത്ര പ്രദാനം ചെയ്യുന്നുണ്ട്. 18 ഇഞ്ച് വീലുകളാണെങ്കിലും ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് യാത്ര ചെയ്യാനായിട്ട്. സ്റ്റിയറിംഗ് ലൈറ്റാണ്, നമുക്ക് എഫേർട്ട് ഇല്ലാതെ ഓടിക്കാൻ പറ്റിയ സ്റ്റിയറിംഗുള്ള വണ്ടിയാണിത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗുണമാണ്. ആകെ ഫ്യൂൽ എഫിഷ്യൻസി പോയിന്റിലാണ് ഇതിനകത്ത് ഒരു നെഗറ്റീവ് ഒരു പെട്രോൾ CVTക്ക്. പക്ഷേ ഡീസലിന് ആ ഒരു കാര്യം മാറും. പക്ഷേ ഡീസലിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മാനുവൽ മാത്രമുള്ളതാണല്ലോ. ഇവരെന്തുകൊണ്ടാണോ എനിക്കറിയില്ല ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ഡീസൽ ആ ഒരു ഓട്ടോമാറ്റിക് കൊടുക്കുന്നില്ല. ഇപ്പോൾ ജീപ്പ് കോമ്പസിന് ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്, ഇപ്പോൾ ടാറ്റ ഹാരിയറിന് സഫാരിക്കൊക്കെ ആ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്. കാരണം അവരൊക്കെ ഹുണ്ടായെന്ന് ഒരു ഗിയർ ബോക്സ് എനിക്ക് തരുമെന്ന് ചോദിച്ചു വാങ്ങി ഒരു വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്ത് നമുക്ക് തരുന്നുണ്ട്. ഇവരെന്തുകൊണ്ടോ ആ ഒരു കാര്യത്തിന് മെനക്കെട്ടിട്ടില്ല. എന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ, ഹെക്ടറും വേണമെങ്കിൽ പെട്രോൾ CVT എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ വരിക. അപ്പോൾ ഇതിന് 7 സീറ്റർ ഉണ്ട്, 6 സീറ്റർ ഉണ്ട് എന്നുള്ള ആ ഒരു ഗുണം എന്ന് പറയുന്നത് 7 സീറ്റർ അല്ല, 5 സീറ്റർ, 6 സീറ്റർ, 7 സീറ്റർ, അങ്ങനെ 3 മോഡലുകളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും മികച്ച ഒരു ചോയ്സ് ആയിട്ട് ഈ വണ്ടി ഞാൻ കാണുന്നത് ആ ഒരു 5 സീറ്റർ തന്നെയാണ്. ഓക്കെ, 6 സീറ്റർ നല്ലതാണ്, അത് ബാക്കിൽ ആ ഒരു 2 ബക്കറ്റ് സീറ്റുകൾ കിട്ടുമെന്നുള്ളത് നല്ല കാര്യമാണ്, സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു 5 സീറ്ററും ആ ഒരു ഭീകരമായിട്ടുള്ള ലഗേജ് സ്പേസുമാണ് ഈ വണ്ടിക്ക് ഏറ്റവും ഉതകുന്ന ഒരു എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കോൺഫിഗറേഷൻ. അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട കോൺഫിഗറേഷൻ ഇങ്ങനെ ഞാൻ പറയാം: 5 സീറ്റർ, ഡീസൽ, മാനുവൽ. പെട്രോൾ CVT നമ്മുടെ ആ ഒരു സർക്കിളിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആ ഒരു മാസങ്ങളിൽ ഷൈൻ പ്രോ അല്ലെങ്കിൽ ആ ഒരു സ്മാർട്ട് പ്രോ വേരിയന്റുകൾ വന്നപ്പോൾ 360 ക്യാമറ കോമൺ ആയി. ഇതിന് അഡാസില്ല, ഇപ്പോൾ റഡാർ ബേസ്ഡ് അഡാസാണ്. ഇപ്പോൾ ലൈൻ പോലും വേണ്ടാത്ത അഡാസ് ആണെന്നുള്ളത് നമുക്ക് സിറ്റി യൂസിൽ ഒക്കെ അഡാസ് യൂസ് ചെയ്യാനും ക്രൂസ് കൺട്രോൾ യൂസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാനൊക്കെ ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ്. ഈ ഒരു വണ്ടിക്ക് പക്ഷേ അഡാസിൻ്റെ ആ ഒരു സൗകര്യങ്ങളില്ല. ക്രൂസ് കൺട്രോൾ ഉണ്ട്, 360 ക്യാമറ പോലുള്ള കാര്യങ്ങളിൽ 360 ക്യാമറ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ കേട്ടോ, അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയുള്ള ക്യാമറ. നമുക്ക് ശരിക്കും വണ്ടി മാനൂവർ ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമായിട്ട് ആ ഒരു ക്യാമറ കാണാം. എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് പവർ നല്ലതാണ്. അതായത് 143 HP എന്ന് പറയുന്നത് അത്ര മോശം പവറില്ല. ഇതിൻ്റെ കൂടെ 250 എണ്ണം ടോർക്കുണ്ട്. അപ്പോൾ നമുക്ക് കാല് കൊടുത്ത് എടുത്തിട്ട് പോകാൻ പറ്റിയ ഒരു പവർ ടോർക്ക് ഫിഗറുകൾ ഈ വണ്ടിക്കുണ്ട്. അത് വലിയൊരു ഗുണമാണ്. കാരണം ഈ ഒരു വണ്ടി അത്യാവശ്യം വലിപ്പമുള്ള വണ്ടിയാണല്ലോ. പക്ഷേ ശരിക്കും ഈ വണ്ടിയുടെ ആ ഒരു ഡീസലാകുമ്പോൾ കഥ മാറി. 172 PHP പവർ വരുന്നുണ്ട്, കൂടാതെ 360 എണ്ണം ടോർക്കുണ്ട്. അപ്പോൾ ഡീസലിൻ്റെ ആ ഒരു മാരകമായ ടോർക്കും ഡീസലിൻ്റെ ആ ഒരു പവറും കൂടി ചേരുമ്പോൾ നമുക്ക് എടുത്തു പോകുമ്പോൾ ആ ഒരു വല്ലാത്തൊരു ഫണ്ട് നമുക്ക് ഫീൽ ചെയ്യും. സ്റ്റിൽ ഞാൻ പറഞ്ഞ അണ്ടർ 100. അതുമാത്രമല്ല സെൽഫ് സ്റ്റാർട്ട് അടിക്കുമ്പോഴുള്ള ആ ഒരു സൗണ്ട്, ഡീസലിൻ്റെ സൗണ്ട് ഇത്തിരി അരോചകമാണ്. പെട്രോളിന് ആ പ്രശ്നമില്ല, പെട്രോൾ സ്മൂത്താണ്, NVH മികച്ചതാണ്. ഇത് അത്യാവശ്യം നല്ല സൈലൻ്റ് ആയിട്ട് വണ്ടിക്കകത്തിരിക്കുന്ന ഒരു ഫീൽ നമുക്കുണ്ട്. അതൊക്കെ ഗുണങ്ങളായിട്ട് കാണാം. എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ ഇപ്പോൾ ശരിക്കും ആളുകളുടെ ഇഷ്ടപ്പെട്ട കളറുകളായി മാറുന്നുണ്ട്, എക്സെപ്റ്റ് മറ്റേ ടീച്ചർ. ബാക്കി എല്ലാവർക്കും ബ്ലാക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടിക്കും ബ്ലാക്ക് മോഡലുകളുണ്ട്. അപ്പോൾ ഹെക്ടറിൻ്റെ ബ്ലാക്ക് മോഡൽ വന്നപ്പോൾ അത് കാണാൻ നല്ല ഭംഗി വെച്ചു എന്നുള്ളതാണ്. ഓൾറെഡി ഹെക്ടർ കാണാൻ ഭംഗിയുള്ള വണ്ടി തന്നെയാണ്, കുറ്റൊന്നും പറയില്ല. പക്ഷെ അതിൻ്റെ ഒത്തിരി കൂടി ആ ഒരു ഭംഗി വെച്ചു, ഒത്തിരി കൂടി ആകാരം വടിവുകൾ കൂടി എന്നുള്ള കാര്യമൊക്കെ പറയാം. അപ്പോൾ ബ്ലാക്ക് കളർ സാധാരണ വണ്ടികളിലെ ആ ഒരു അളവുകൾ എടുത്ത് കാണിക്കില്ല. പക്ഷേ ഹെക്ടറിന് അത്ര വലിയ ആ ഒരു ലൈനും കറവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് ഹെക്ടറിന് കാണേണ്ട കാര്യമില്ല. ഹെക്ടറിന് മാത്രം അങ്ങനെ വിഷയമില്ല, കാരണം ഇതിൻ്റെ ക്ലീൻ ലൈനൊക്കെയാണ് വശങ്ങളിലൊക്കെ. അതുകൊണ്ട് ഇത് ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം കാഴ്ചകളൊക്കെ തരുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഡിസൈനിനും ഇത് വലിയ പ്രശ്നമില്ല. എനിക്ക് ഇതിൻ്റെ ബ്ലാക്ക് ഇൻറ്റീരിയർ ഇഷ്ടപ്പെട്ടു. സ്റ്റിൽ ആ ഒരു ടോപ്പ് ഭാഗം ബ്ലാക്ക് ആക്കാത്ത നന്നായി തോന്നി, കാരണം ഈ ഒരു ഫീലൊക്കെ വരാനായിട്ട് ഗുണമാണ്. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ബ്ലാക്ക് സ്റ്റോം എഡിഷൻ സാധാ ഹെക്ടറിനെ ഒരു ഇത്തിരി കൂടി എന്താ പറയുക, ആ ഒരു സ്റ്റൈലിഷ് ആക്കി എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു റെഡ് ഇൻസേർട്ടുകളൊക്കെ വരുമ്പോൾ ഇതിനകത്ത് ആക്സറീസ് കുറവാണ്. പക്ഷേ അപ്പോഴും മൈലേജിൻ്റെ കുറവ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഈ ഒരു വണ്ടിക്ക് 13,99,000 രൂപയല്ല, അത് ബേസ് മോഡലിൻ്റെ വിലയാണ്. ഇതിപ്പോൾ ബ്ലാക്ക് സ്റ്റോം ഇറങ്ങി 13,99,000 രൂപയ്ക്ക് MG ഹെക്ടർ ബ്ലാക്ക് സ്റ്റോം എന്നൊക്കെ പല പരസ്യങ്ങളും കണ്ടു. ഇറ്റ്സ് ഫേക്ക്, അങ്ങനെയല്ല.
ബേസ് മോഡലിനാണ് ആ ഒരു 1399. ഇതിന് 21,24,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.